പത്രോസിന്റെ 267ാമത് പിൻഗാമിയായി ലയോ 14 മാർപ്പാപ്പ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേൽക്കും. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പ്രാദേശിക സമയം രാവിലെ 10-ന് സ്ഥാനാരോഹണ വിശുദ്ധ കുർബാന ആരംഭിക്കുകയും മാർപ്പാപ്പ പൗരസ്ത്യ സഭകളിലെ പാത്രിയാർക്കീസുമാർക്കുമൊപ്പം വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിങ്കൽ അല്പസമയം പ്രാർത്ഥിക്കുകയും ധൂപാർച്ചന നടത്തുകയും ചെയ്തതിനു ശേഷമായിരിക്കും പ്രദക്ഷിണമായി ബലിവേദിയിലെത്തുക. ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതാണ് സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ലത്തീൻ, ഗ്രീക്ക് ഭാഷകളിലുള്ള സുവിശേഷ പാരായണത്തിന് ശേഷമായിരിക്കും മാർപ്പാപ്പ പാലിയവും മോതിരവും സ്വീകരിക്കുക. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാൻ, വൈദികൻ, ഡീക്കൻ എന്നീ വ്യത്യസ്ത പദവിയിലുള്ള 3 കർദിനാൾമാരായിരിക്കും ഈ ചടങ്ങ് നിർവഹിക്കുക. പാലിയവും മോതിരവും സ്വീകരിച്ചതിനു ശേഷം മാർപ്പാപ്പ സുവിശേഷം വഹിച്ച് ദൈവജനത്തെ ആശീർവദിക്കുകയും തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 പേർ ദൈവജനത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനുശേഷം മാർപ്പാപ്പ സുവിശേഷ സന്ദേശം നൽകുകയും വിശുദ്ധ കുർബാന തുടരുകയും ചെയ്യും. സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയുൾപ്പെടെ 100-ലേറെ ലോകരാജ്യങ്ങളിൽ നിന്നായി ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും നേതാക്കളും രാജകുടുംബങ്ങളും പങ്കെടുക്കുന്നുണ്ട്.